മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളെല്ലാം കണ്ണനോട് തുറന്നു പറയുന്നുണ്ട് മഹി. ആ അയ്യപ്പ വിഗ്രഹത്തെക്കുറിച്ചുള്ള സത്യങ്ങളും കൂടി, അച്ഛനെ കൊന്നത് ആരാണെന്നുള്ള സത്യവും ആ കാഴ്ച കണ്ടത് സത്യമാണെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞുവെങ്കിലും അയ്യപ്പ വിഗ്രഹത്തെക്കുറിച്ചുള്ള കാര്യം തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. അതെല്ലാം കേട്ടുകൊണ്ട് കണ്ണനാണെങ്കിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് അനന്തു ലേഖയും തെറ്റിദ്ധരിക്കുന്നു. ഇപ്പോഴും കണ്ണന് മഹിയോടുള്ള പിണക്കമൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മഹി ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് അനന്തു നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്കിപ്പോഴും മഹിയോട് ദേഷ്യമാണെന്ന്? എനിക്കൊരു ദേഷ്യവുമില്ല. ലേഖയുടെ കൈ പിടിച്ചു നിർത്തിയിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഇവളോട് നിനക്കുള്ള സ്നേഹത്തെക്കായും 10 ഇരട്ടി സ്നേഹമാണ് എനിക്ക് എൻ്റെ ഭാര്യയോട്. പിണങ്ങി നിന്ന സമയത്ത് പോലും എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനെയും യാതൊരു ആപത്തും സംഭവിക്കരുതെന്ന് പറഞ്ഞ് മനസ്സുരുക്കി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മറ്റൊരു കാരണമുണ്ട്. അപ്പം അനന്ത് ചോദിക്കുന്ന എന്താ കാര്യം? ഇവൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ല ആ അയ്യപ്പ വിഗ്രഹത്തെക്കുറിച്ച്. പക്ഷേ അന്ന് അപകടത്തിൽ നഷ്ടമായ അതേ അയ്യപ്പ വിഗ്രഹമാണ് എൻ്റെ പൂജാമുറിയിൽ ഇരിക്കുന്നത്. മഹിയുടെ കയ്യിലിരിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം അന്ന് സിദ്ധിയായിട്ടുള്ള ഒരമ്മ എനിക്ക് സമ്മാനിച്ച അതേ വിഗ്രഹമാണ്. അതിന് പകരം ഒരു വെള്ളി നാണയമാണ് ഞാൻ സമ്മാനമായിട്ട് കൊടുത്തത്. എനിക്കെന്നാ അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ച അതേ സിദ്ധിയായ അമ്മയെ തന്നെയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത്. അതിനർത്ഥം ആ അമ്മയുടെ പിന്നിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്നല്ലേ? വിളിച്ചാൽ വിളിയേക്കുന്ന സ്വാമി തന്നെയാണ് അയ്യപ്പസ്വാമി. എനിക്ക് ഈ നിമിഷം തന്നെ എൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കണം, മനസ്സുരുകി മഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അനന്തുവിന് ലേഖയ്ക്ക് ഒരല്പം ആശ്വാസമാകുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും മഹിയോടുള്ള ദേഷ്യം കണ്ണിന് മാറി തുടങ്ങിയല്ലോ. അതേസമയം ഉണ്ണിയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ലേഖ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കരുണയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ടല്ലേ? ഇപ്പോൾ ആ പഴയ ദേഷ്യമൊന്നുമില്ല. ശരിയാ മോനെ, ഒരുപാട് മാറ്റമുണ്ട്. നിന്നെ എന്തായാലും ഇപ്പോൾ പേടിയുണ്ടെന്ന് തോന്നുന്നു. എന്നെ പേടിച്ചിട്ടൊന്നുമല്ല, അച്ഛന് മാനസികമായി വയ്യാതായ സമയത്താണ് അവൾക്ക് ഈ മാറ്റം ഉണ്ടായത്. എന്നാലും ഞാൻ ആലോചിക്കാം മോനെ, വിശ്വേട്ടൻ്റെ ആത്മാവ് എങ്ങനെയാ കരുണമോളുടെ അച്ഛൻ്റെ ദേഹത്ത് കയറിയെന്നാണ് എനിക്ക് അറിയാൻ വയ്യാത്തത്. മാത്രമല്ല കരുണമോളാണെങ്കിൽ അച്ഛനെ കാണണമെന്ന് നമുക്ക് പറഞ്ഞിട്ട് പോലും ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നുമില്ല. അതെല്ലാം കൂട്ടി നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് ഉണ്ണിയും പറയുന്നു. ആ സമയത്ത് കണ്ണനാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വരുന്നു. എന്താ മോനെ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക്? അതെന്താ എനിക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? എൻ്റെ വീട്ടിൽ എപ്പോൾ വരണം പോകണമെന്ന് തീരുമാനിക്കുന്ന ഞാനാ, അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന് മുൻപേ ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല മോനെ, നീ വളരെ കെങ്കേമായി വളകാപ്പ് ചടങ്ങ് നടത്തി, പക്ഷെ അതിന് ശേഷം നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അതിൻ്റെ കാരണം എന്താ? എൻ്റെ സ്വഭാവം എപ്പോഴും ഒരുപോലെ ഇരിക്കണമെന്നുണ്ടോ? സത്യം പറ മോനെ, അവളുടെ ദേഹത്ത് വിശ്വേട്ടൻ്റെ ആത്മാവ് കയറിയതാണോ? അവളുടെ ദേഹത്തല്ല. നമ്മളെല്ലാം ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛൻ്റെ ആത്മാവ് എന്തുകൊണ്ടാണ് പ്രതാപനെ പോലെ ഇത്രയും മോശമായ ഒരാളുടെ ദേഹത്ത് കയറിയെന്ന് നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ? അച്ഛൻ എന്തായാലും നല്ല മനസ്സുള്ള ഒരാളായിരുന്നു. എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ട് പ്രതാപനെ പോലെ ഒരാളുടെ ദേഹത്ത് കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കതിൻ്റെ പിന്നിൽ ചില സംശയങ്ങളുണ്ടെന്ന് ഉണ്ണി പറയുന്ന സമയത്ത് നീ ആ സംശയം എന്തുകൊണ്ട് അയാളോട് ചോദിച്ചില്ല? നിൻ്റെ ഭാര്യയോടെങ്കിലും ചോദിച്ചില്ല? പോയി ചോദിക്കുക എന്ന് പറയുമ്പോൾ ആകെ പതറി നിൽക്കുന്നുണ്ട്. എന്താ മോനെ, നിനക്ക് ശരിക്കും എന്താ പറ്റിയത് എന്ന് ദുർഗ ചോദിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ തർക്കുത്തരം പറയുന്നുണ്ട്. ശേഷം പൂജാമുറിയിൽ പോയി വിളക്ക് കത്തിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുന്നു. അതായത് അയ്യപ്പനാണല്ലേ ഞങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിച്ചത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണൻ എന്തോ ഒരു മാറ്റമുണ്ട്. എന്താണെന്ന് അറിയാൻ വയ്യ. എന്തുകൊണ്ടാണ് പ്രതാപനെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കരുണയുടെ മാറ്റവും വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്താണെന്ന് എനിക്കറിയില്ല മോനെ എന്ന് പറഞ്ഞ് ദുർഗ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് ദുർഗ വരുന്നതിന് മുമ്പ് തന്നെ കണ്ണനാണെങ്കിൽ എണീറ്റ് നിന്നിട്ട് വീൽ ചെയറിൽ ഇരുന്ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇരിക്കുന്ന കണ്ണനെയാണ് ഭാഗ്യത്തിന് കണ്ടത്. അതിനുശേഷം പുറത്തേക്ക് വരുന്ന കണ്ണനോട് ദുർഗ ചോദിക്കുന്നു, ഈ സമയത്ത് പൂജാമുറിയിലൊന്നും കയറാറില്ലല്ലോ? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നീ പണ്ട് അച്ഛനുമായിട്ട് ക്ഷേത്രത്തിലേക്ക് പോയ സമയത്താണ് ഒരു ആക്സിഡൻറ്റ് പറ്റിയത്. അതിനു മുമ്പ് തന്നെ നിനക്കൊരു അയ്യപ്പൻ്റെ വിഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വൃശ്ചിക മാസത്തിൽ നീ വ്രതം എടുക്കാറില്ല, അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ പോവില്ല. എന്നാൽ നീ ഇപ്പോൾ കഴിഞ്ഞ വൃശ്ചിക മാസം മുതൽ മലയ്ക്ക് പോകുന്നുണ്ട്. അതുമാത്രമല്ല പൂജാമുറിയിൽ കയറുന്നു. എന്തു പറ്റി നിനക്ക്? അതെന്താ എൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ എനിക്ക് കയറാൻ പാടില്ലേ? ഇനി എൻ്റെ ചിട്ടകളും ശീലങ്ങളും ഒക്കെ മാറും. പിന്നെ കണ്ണനാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വയ്യാതായി കിടന്നല്ലോ, മാനസിക നില തെറ്റി അയാൾ അച്ഛനെ പറ്റി ഓരോന്നും വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് നീ അയാൾ എന്താ പറയുന്നതെന്ന് അന്വേഷിക്കാൻ പോവാഞ്ഞത്? ജോലിയില്ലാണ്ട് നിൽക്കുമല്ലായിരുന്നോ? നിനക്കൊന്ന് പോയി തിരക്കിക്കൂടായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേർക്കും അച്ഛനെന്ന് പറഞ്ഞ ജീവനല്ലായിരുന്നോ? ആ മനുഷ്യനെ പറ്റി അയാൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ചീത്തവാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അടി കൊടുത്തു പോവില്ലേ?
അടി കൊടുക്കുകയല്ല കൊല്ലിയ വേണ്ടേ എന്നും പറഞ്ഞ് കണ്ണൻ അങ്ങ് പോകുമ്പോഴത്തേക്കും അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോനെ. എന്തായാലും കരുണ എന്തുകൊണ്ടാ അവളുടെ അച്ഛന് വയ്യാതെ കിടന്ന ഈ സമയത്ത് കാണാനൊരു സാഹചര്യം ഉണ്ടാക്കാഞ്ഞത്? അവൾ ആകെ അങ്ങ് വെപ്രാളത്തിലായിരുന്നു. 7-ാം മാസ ചടങ്ങിനുണ്ടായ പ്രശ്നങ്ങൾ നിനക്കറിയില്ലേ? എന്തായാലും ഈ സാഹചര്യം നോക്കി നിനക്ക് അവളുടെ അച്ഛൻ്റെ ബിസിനസ്സുകളെല്ലാം ഏറ്റെടുത്തൂടെ? അതിന് അയാൾക്ക് എന്തോ ബിസിനസ് ഇരിക്കുന്നു. കോറിയും 10-15 ലോറിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? സിവിൽ എഞ്ചിനീയറായ ഞാൻ ലോറിയും കോറിയൊക്കെ ഏറ്റെടുക്കാനോ? നടന്നത് തന്നെ. എന്താ നിനക്കിപ്പോൾ ജോലിയില്ലല്ലേ? ജോലിയില്ലാതെ ശമ്പളം കിട്ടുന്നത് തന്നെ ഒരു സുഹൃത്താ. നിൻ്റെ അമ്മാവനും കോമയിൽ കിടക്കുന്നവനും നിനക്കുമൊക്കെ മാസം തോറും ശമ്പളം കിട്ടുന്നല്ലോ. പിന്നെ 150 പവനും കുറേ പണമായിട്ടാ കരുണമോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതെല്ലാം ഉണ്ടാക്കിയത് ഇങ്ങനത്തെ ബിസിനസ് വഴിയാ. അതിന് സ്റ്റാറ്റസ് ഉള്ള ജോലിയൊന്നും വേണമെന്നില്ല. ഇങ്ങനെയുള്ള ജോലി കൊണ്ടും അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റൂടാ എന്ന് പറഞ്ഞ് ദുർഗ അങ്ങ് പോകുമ്പോഴത്തേക്കും ഉണ്ണി നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അതേസമയം കണ്ണനാണെങ്കിൽ ആ സിദ്ധയായ അമ്മയെ കാണുന്ന ക്ഷേത്രത്തിലേക്ക്, അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് വന്ന് മനസ്സുരുകി അയ്യപ്പനെ ദർശിച്ചതിന് ശേഷം അവിടെ എല്ലാം പരതി നോക്കുവാണ് സിദ്ധയായ അമ്മയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ കൺമുന്നിൽ കാണത്തുമില്ല, എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പുഞ്ചിരിയുടെ മുമ്പിലും കാണും എന്ന് പറഞ്ഞ് ഒരിടത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കണ്ണൻ നിന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അതായത് ആ സിദ്ധയായ അമ്മയെ കണ്ടു കാണും. അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ആ അമ്മ എന്തൊക്കെ സത്യങ്ങളായിരിക്കും ഇനി കണ്ണനോട് തുറന്നു പറയാൻ പോകുന്നത്.